എന്നാലും ഒരു എത്രയുടെ പറഞ്ഞ ലാസ്റ്റ് ഓലിപ്പോ ലാസ്റ്റ് 1.5 കിട്ടിയാ എടുക്കാന്ന് പറയുന്നുണ്ട്. ഔ അത് നടക്കൂലടാ. ഞാനിത് 10 കൊല്ലം മുമ്പ് വാങ്ങുമ്പോൾ എനിക്ക് അതിന്റെ താഴെ കണ്ട് വില അയക്കണ്. അപ്പൊ 10 കൊല്ലം കഴിഞ്ഞില്ലേ. എന്നാ ശരി, ഞാൻ വേറെ ആരെ നോക്കട്ടെ. നോക്കണേ. ആയിക്കോട്ടെ. നിങ്ങൾ കൊറേ നേരമായി എന്നെ കാത്തിക്കൽ തുടങ്ങിയിട്ട്. ഇല്ല, ഞാന് വേറെ 1-2 കൂട്ടർ വന്നു നോക്കാന്ന് പറഞ്ഞിന്ന്. ഓരോ ഇങ്ങനെ കാത്ത് നിൽക്കാണ്. അല്ല, നിങ്ങളിപ്പോ ഇത് ലാസ്റ്റ് എത്ര കൊടുക്കും? എടാ എനിക്കൊരു 3.5 കിട്ടണം, എന്നാലും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഭരണ പാർട്ടികളൊന്നും നിങ്ങൾ പറഞ്ഞ വരുമ്പക്ക് അടുക്കണില്ല. പിന്നെ സ്ഥലം തന്നെ അവർക്ക് അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടില്ല. നല്ല സ്ഥലല്ലേ, എന്താ പോര് പറയണത്? ഈ ഭൂമിനെ പറ്റി നല്ലൊരു അഭിപ്രായം ഇല്ല. നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോഴേ ഇതിൽ പണ്ട് കാലത്ത് ആരൊക്കെ മറവ് ചെയ്തേക്കണെന്നൊക്കെ പറഞ്ഞു. ഒന്നിനാണെന്നുണ്ടെങ്കിൽ ഞാൻ കച്ചവടം ചെയ്തു. ഓ അത് നടക്കൂല. അതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടത്. ഒന്നിനൊന്നും ഏതായാലും നടക്കൂല. എന്നാ ഇൻഷാ അല്ലാ ഞാൻ നോക്കട്ടെ, വേറെ ആൾ കിട്ടുമോ നോക്കട്ടെ. ഞാൻ വരുന്നത്. ഞാന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇനിയിപ്പോ സ്ഥലത്തിന്റെ അടുത്തായി കണ്ട് ആൾക്കാർ കണ്ട് അതൊരു സീനാണ്ടായി വിചാരിച്ചാണ്. ആൾക്കാർ മൊത്തം കച്ചവടം മുടക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് എന്ത് കിട്ടണം? എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു സുഹൃത്തിന്റെ എളാപ്പാന്റെ മോനക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞതാ. അപ്പൊ വീട് വെക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോ എന്നോട് ഇതിന്റെ സത്യം പറയാന്ന് വെച്ചാല്, അതിന്റെ അടുത്തുള്ള ചങ്ങായി 5 ലക്ഷം ഉറുപ്പ്യക്ക് എടുക്കാന്ന് പറഞ്ഞ എന്നോട്. പിന്നെ അയാൾ വാക്ക് മാറി. പിന്നെ ഇപ്പൊ ആരും ആ വിലയുമ്പൊക്കെ എത്തുന്നില്ല. എനിക്കിപ്പോ ഒരു 3.5 കിട്ടിയ ഞാൻ കൊടുക്കും. 4 അവിടെ നിലവിൽ വില ഉണ്ട്. അത് ശരി. എന്തായാലും 5 എന്തായാലും അവിടെ കിട്ടൂല. അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ ആളുണ്ടല്ലോ, അതിപ്പോ അവരുടെ അടുത്തുള്ള ഭൂമി ആയതുകൊണ്ട് അവര് അതിന്റെ മാർക്കറ്റ് വില അല്ലെങ്കിൽ വില അറിഞ്ഞിട്ടോ പറയല്ലേ, വെറുതെ ആട് കയറ്റി പറയണം. പിന്നെ ആ ഒരു വില കണ്ടിട്ട് ആരും വരൂല്ല. പിന്നെ ലാസ്റ്റ് നിങ്ങളെ ചടപ്പിച്ചാണ്ട് അത് കയ്യിലാക്കാനുള്ള ഒരു പ്ലാനാണത്. നിങ്ങളിപ്പോ എത്ര കൊടുക്കും? അല്ല, 3.5 എന്തെങ്കിലും കുറെ ഉണ്ടാവോ? അങ്ങനെ പറയല്ലേ. ഞാൻ ഇതിന്റെ നല്ല പ്രായത്തില് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കി നമുക്ക് വയസ്സാം കാലത്തൊരു ഉപകാരമാവും നിലക്ക് വാങ്ങിയിട്ടതാണ്. ഇപ്പൊ നാട്ടുകാർ അത് വിൽക്കാൻ സമ്മതിച്ചില്ല. വല്ലാത്തൊരു അവസ്ഥയിലായി എനിക്കിപ്പോ 3.5 കിട്ടാൻ ഞാൻ എന്റെ കാര്യങ്ങൾ നടക്കൂല. പെട്ടെന്ന് എനിക്ക് വിറ്റെങ്കിൽ എന്റെ കുട്ടിന്റെ കല്യാണമൊക്കെ തീരുമാനിച്ചാണ്. അതിനുള്ള കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇത് വിറ്റിട്ട് കിട്ടിയിട്ട് വേണം. അതുകൊണ്ടാണ്. എന്നാ ഞാൻ അവരോടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് നാളെ ഒന്ന് ഇരിക്കാം. ആയിക്കോട്ടെ. അല്ല നല്ലത്. ആയിക്കോട്ടെ. എന്നാ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും. എന്നാ പോട്ടെ. സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ഭൂമി അത് തൻ്റെ ഒരു അത്യാവശ്യത്തിന് വിറ്റ് കിട്ടാൻ എത്ര മനുഷ്യരുടെ ദയാദാക്ഷിണ്യത്തിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടി വരുന്നത് എന്നത് എത്ര ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.